നിറച്ചാൽ നീ ഒരു പാനപാത്രം, അടുത്തിരുന്നാൽ നീ ഒരു രോമഹർഷം. ഇത്രയൊന്നും സുന്ദര. പക്ഷെ അത് കഴിഞ്ഞ് കിടന്നാൽ കട്ടിൽ നിറയും ഈ മുടിയിൽ മാറി എന്ന് പറഞ്ഞാലാണിത്. മൗനസരമായ ജന്മങ്ങളിൽ നിന്ന് അടുത്ത വരെയുണ്ടെന്നുള്ള ബോധമില്ലാണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധമില്ലാണ്ട് അത് ചിന്തിക്കാതെ ഒരു നായായിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്തവനെ കാണുമ്പോൾ കുരയ്ക്കാം, കടിക്കാം. ഇഷ്ടമുള്ളവനെ കാണുമ്പോൾ മാത്രം മാലാട്ടിയാ മതി. നമുക്കത് പറ്റില്ലല്ലോ. എൻ്റെ ഹൽബിന് അസലൊരു പാരഡി ഉണ്ട്. എൻ്റെ നാട്ടിലെ കള്ള് ഷാപ്പിലെ നല്ല ചെത്തുകാരാ, തെങ്ങിൽ കയറുന്ന നേരമെങ്കിലും കൂടെ നല്ല കൂട്ടുകാരാ. എന്താ നീട്ടത് വയലാറ് എഴുതും കീട്ടിലും കവി തോഴാണ്ട് പറ്റുമോ? പുഴ പോലെ ഭയങ്കര റജു എന്നുള്ള ഗായകനാണ് അത് പാടിയത്. ശക്തമായിട്ട് ഇപ്പൊ മദ്യപിക്കില്ല, പക്ഷെ സദാ മുറുക്കും. ഈ ഒരു ഐഡന്റിറ്റിക്കൽ കുറിയും ഉണ്ട്. സ്ഥിരമായിട്ട് തൊടാൻ കാര്യം വെച്ചാല് ഒരാൾ എന്നെ വിലക്കി, കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട ആള് ചെയ്യാൻ പാടില്ല. കല്യാണം കഴിച്ചു കാമുക ഉപേക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. എൻ്റെ ഭാര്യയെ സമ്മതിക്കുന്നത് അത് എനിക്ക് ഏറ്റവും സന്തോഷമാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആലോചിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പം വഴിയിൽ നല്ല സുന്ദരി ഒന്ന് കണ്ടു നോക്കും എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാനും കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ എഴുത്തുണ്ട്. ഇപ്പോൾ ബ്രൈഡാത്തിയെ എന്ന് പറയുന്ന സോങ് ഇപ്പോൾ പൊന്മാനിലെ സോങ് ഓടിക്കൊണ്ടിരിക്കുന്ന സോങ്ങാണ്. സുഹൈൽ തന്നെ എഴുതിയതാണ്. കാറ് റൈഡിയിലെ എന്നും പാറിയിലെ എന്നൊക്കെ ചോദിക്കുന്ന വരികൾ എഴുതിയിട്ടുണ്ട്. പ്രേമിക്കുടു എന്ന് പറയുന്ന ഒരു വാക്ക് എഴുതി. ഇതൊക്കെ ഹിറ്റാണ്. ആ സിനിമകൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് അല്ല, ആ കോണ്ടെക്സ്റ്റ് അത് കറക്റ്റാണ്. അതിന് തെറ്റില്ലത്. ഒരു പ്രശ്നം ഞാൻ അനുഭവിച്ചത് രണ്ട് തരത്തിൽ അനുഭവിച്ചത്. നമുക്ക് പണ്ട് കാലത്ത് നീളമുള്ള വാക്കുകൾ എഴുതാനുള്ള അവസരങ്ങൾ കൂടുതലായിരുന്നു. പിന്നീട് വന്നപ്പോഴത്തേക്കാണ് രണ്ടക്ഷരങ്ങൾ ലാല 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 ല. അപ്പം ആ ലാല എന്നുള്ളത് രണ്ട് ലാല വന്നു കഴിഞ്ഞാൽ ഒരു നാലക്ഷരമാക്കാൻ പറ്റില്ല. ലാല നീയും ഞാനും തന്നെ വേണം, നമ്മോടൊപ്പം അവിടെ പറ്റില്ല. കാര്യം അവിടെ മുറിക്കണം. അപ്പം ആ രണ്ടക്ഷരം കൊണ്ട് മുറിച്ച് അങ്ങനത്തെ പാട്ടുകൾ വന്നപ്പം വാക്കുകളില്ലണ്ടായി. പിന്നെ പുതിയ വാക്ക് കണ്ടുപിടിക്കുകയേ പറ്റൂ. പുതിയ കാലഘട്ടത്തിൽ അവർ ആ പുതിയ വാക്ക് കണ്ടുപിടിക്കുന്നതിനകത്ത് എനിക്ക് തെറ്റാതെ വരാൻ പറ്റില്ല. ഞാൻ പറയത്തില്ല. കാര്യം എനിക്കിത് ഞാൻ അനുഭവിച്ചവരാ, എഴുതി അനുഭവിച്ച ഒരാൾ. നമുക്ക് അത് നമ്മൾ കൊടുക്കുക, അത് നമ്മുടെ തൊഴിലാണ്. നേരത്തെ പറഞ്ഞ കവിയുടെ സ്വാതന്ത്ര്യം അവിടെ ഇല്ല. അത് കൊടുക്കണം. ഇതാണ് ആവശ്യപ്പെടുന്നത്, ഇത് കൊടുത്തേ പറ്റുള്ളൂ. അവിടെ അങ്ങനെ ഒരു ഇപ്പം നമ്മൾ പിന്നെ ജമന്തി പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ, അത് ജനുവരി ഇംഗ്ലീഷാന്ന് പറയുമോ? പണ്ടുണ്ടായിരുന്നില്ലേ ജൂണിലെ നിലാമഴയിൽ ഗിരീഷ്. അവിടെ അതൊരു ഇംഗ്ലീഷ് വാക്കാന്ന് നമ്മൾ പറയില്ല. അതാ കൊണ്ട് ചേർക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അന്ന് അവരെ അത് ചെയ്തതിൻ്റെ ഭംഗി ഇത് വേറൊരു ഭംഗിയാണ്. അല്ലാതെ ഇതിനകത്തൊക്കെ പാട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അറ്റാക്കിലൊക്കെ പാട്ട് വിനായകൻ എഴുതിയിരിക്കുന്നത്. അതൊക്കെ പഴയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് ഒരേ രീതി നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനത് പറയത്തില്ല ഒരിക്കലും. ഒരു രചയിതാവിനെയും ഞാൻ കുറ്റം പറയില്ല. കാര്യം ഇതെന്താന്നുള്ള വേദന എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അവരുടെ ജോലിയാണ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം കൂടെ ഉള്ളൂ. ഇപ്പോൾ വിനായകൻ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നീട്ടിപ്പോൾ നന്മകനെ എന്ന് പറയുന്ന വാക്ക് നമുക്കപ്പോൾ മലയാളത്തിൽ കിട്ടുകയാണ്. നന്മകനും കിട്ടുകയാണ്. അത് തമിഴല്ലേ? അതെ അതെ. അപ്പൊ അതൊരു കുറച്ചുകൂടെ നല്ലതല്ലേ? അത് മ്യൂസിക്കൽ കുറച്ചുകൂടെ തമിഴിൻ്റെ കൂടെ അതാണല്ലോ. തമിഴ് വാക്ക് മ്യൂസിക്കലാണ്. തമിഴ് വാക്കിൻ്റെ സാധാരണ വാക്ക് വരെ എടുത്ത് നമുക്ക് സിനിമയിൽ പ്രയോഗിച്ചാൽ അതൊരു അലോഹ്യം തോന്നുന്നില്ല. നമുക്ക് മലയാളത്തിൽ പറ്റില്ല. പണ്ട് പറഞ്ഞല്ലേ സ്നേഹിതനെ രഹസ്യ എന്ത് സുഖമുണ്ടെന്നല്ലേ ആ രഹസ്യ വരുമ്പോൾ. ഇത് മലയാളത്തിൽ വന്നു സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ കഥ മാറി, സാധനം പോയി. നല്ല ബന്ധമുണ്ടോ? ആ പരിമിതി മലയാളത്തിന് ഭയങ്കര, തമിഴിനുമില്ല. എത്ര സാധാരണ വാക്കുകൾ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അങ്ങനൊരു കാലം മലയാളം മാത്രം പ്രസക്തമായിരുന്നൊരു കാലത്തിൽ നിന്നാണ് മറ്റ് ഭാഷകളുടെ ഈണത്തിലേക്ക് വഴങ്ങി നിൽക്കണം മലയാളം എന്നുള്ള തീരുമാനത്തിലേക്ക് ലോകം എടുക്കുമ്പോൾ അതിന് ഉതകുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്
അല്ലാണ്ട് തുമ്പാപ്പണിക്കാരൻ ഞാൻ വീടിൻ്റെ ഗാർഡൻ മാത്രമേ വെട്ടി തെളിക്കുകയുള്ളൂ, കക്കൂസിൻ്റെ പുറത്ത് എന്നെ കൊണ്ട് പറ്റില്ല വെട്ടാൻ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ ജോലിയുടെ ഭാഗം എല്ലാം ചെയ്യണം. അപ്പോൾ വേണ്ടത് കൊടുക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്കൊന്നും. പിന്നെ ഈ അടുത്തുണ്ടായ ഡിസ്കഷൻസിൽ ഒന്നാണ് ഈ സിനിമ പാട്ടിലെ ആശയത്തെക്കുറിച്ചുള്ള ഒരു സംവാദം. അതിലെന്ന് പറഞ്ഞാൽ ഈ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് എന്ന് പറയുമ്പോൾ അത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്നതിനെ പറ്റിയിട്ട് ആൾക്കാർ, അത് കുട്ടികൾ അങ്ങനെ മനസ്സിലാക്കില്ല എന്നുള്ളൊരു ചർച്ച. അല്ല, അത് നമ്മൾ കുറ്റം പറഞ്ഞില്ല. അത് അപ്പം ഇതിനപ്പുറത്തേക്ക് ഇത് ലൈവായി വരുമെന്നും നല്ല വരും. ഒരു കട തുടങ്ങുന്ന ഓർത്ത് നോക്കൂ, ഇത് നാളെ പിന്നെ ഇതിൻ്റെ ചോര എന്ന് നാളെ വിൽക്കില്ലെന്ന് എന്താ ഉറപ്പ്? യു എസിലെ ഇംഗ്ലണ്ടിലെ എവിടെയോ ലൈവായിട്ട് മരണം കാണാനായിട്ട് സൈക്കാട്രിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മരണം കാണുന്നത്. സിനിമയിൽ കണ്ട് മടുത്തു, വയലൻസ് കണ്ട് മടുത്തു, പോരാ. ചങ്ങമ്പുഴ പറഞ്ഞ പോലെ എല്ലാ ലഹരിയും കഴിഞ്ഞിട്ട് ഉദ്ധരിച്ച ലിംഗത്തിൽ മൂർഖൻ പാമ്പിനെ കൊണ്ട് കുത്തിക്കണം എന്നുള്ള ചിന്തയുടെ അങ്ങേയറ്റത്തിലേക്ക് പോയില്ലേ. ഇത് പോരാണ്ട് വരും, കൊടുത്ത് പോരാ എന്നൊരു സമയത്ത് ലൈവായിട്ട് ഒരേ രീതിയിൽ. ഇപ്പം ചിലർക്ക് ഇപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് ഉറുമ്പിനെയൊക്കെ പിടിച്ചിങ്ങനെ തല ഞാനിട്ട് നിലത്തിടും, കണ്ടിട്ടില്ലേ? അതിങ്ങനെ പെട്ടയ്ക്കുന്ന കാണുമ്പോൾ നമുക്ക് പൊതുവെ നമ്മളൊക്കെ ഒരു മൃഗീയത എല്ലാവർക്കും ഉണ്ട്. പട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയുള്ളൂ. അത് രസമാണ്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കടികുടി കൂടുമ്പോൾ. അത് നമ്മളിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് ഇപ്പം പല രീതിയിൽ മരണം കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്, പല രീതിയിൽ ബ്ലഡ് ചീറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരേ തരം വണ്ടി കയറി ചാകുക, ഇത് കാണുന്ന മാനസികാവസ്ഥയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഇന്ന് ഇത്ര രൂപ പിരിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് റിസോർട്ടിൽ എവിടെയെങ്കിലും വെച്ച് ലൈവായിട്ട് ഏതെങ്കിലും ഒരു പയ്യൻ, അവന് കുറേ പൈസ കൊടുക്കും, അവന് ജീവിതമില്ലാത്തവരാണ് അല്ലെങ്കിൽ രോഗിയാണ്, അവനെ വഴിയിൽ കടത്തി ചുറ്റും മദ്യവും സർക്കാരൊക്കെ വെച്ച് മേശ നടുവിൽ ഇവരെ കിടത്തിയിട്ട് ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ വണ്ടി കയറ്റി ഇറക്കും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറേശ്ശെ പിടയ്ക്കുന്ന കാണുമ്പോൾ ഒരു സുഖം. തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഇണചേരുന്നത് കണ്ടുകൊണ്ടിരിക്കുക രാജാവ്. അതിന് പിന്നെ ജനലുകളൊക്കെ ഉണ്ട്, ഉള്ളി ജനല്, രണ്ടുപേരും അവിടെ ഇണചേരും, ഇത് കണ്ടുകൊണ്ട് ഇത് ആസ്വദിക്കും. ഇത് മനുഷ്യൻ്റെ ഒരു തലമാണത് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇന്നിങ്ങനെ എഴുതി ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ONV അദ്ദേഹത്തിൻ്റെ തോന്നിയ അക്ഷരങ്ങളിലെ കവിത പോലെ തന്നെയാണ്. വൃദ്ധൻ മകളെ കാണാനായിട്ട് പോകുന്നു, പട്ടണത്തിലേക്ക് കല്യാണം കഴിച്ചു, വരുമ്പോൾ പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക്, നോക്കിയപ്പോൾ ഒരു വെള്ളത്തുണിയിൽ ശവശരീരമാണ്, ചോര ഉരുണ്ട വെള്ളത്തുണി മുടി കിടക്കുന്നു. പുള്ളിക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി പുള്ളി, കാര്യം ഇതൊന്നും കണ്ട് ശീലമില്ല. പിന്നെ മകളടുത്ത് ചെന്നു, ആഹാരമൊന്നും കഴിക്കാണ്ട് ഇത് തന്നെ മനസ്സിൽ തിരിച്ചു വരികയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലുമില്ല. ഒറ്റ വരിയാണ്, നഗരത്തിലെ ചോരയുടെ പാടുകൾ എത്ര എളുപ്പം മാഞ്ഞു പോകുന്നു. ഈ മനുഷ്യനെ മനസ്സിൽ കണ്ടപ്പോൾ തന്നെ അതിങ്ങനെ വിങ്ങലായിട്ട് കിടക്കുക, അതിങ്ങനെ ലാഘവം, അതിൻ്റെ തീവ്രത കുറഞ്ഞു വരികയാണ്. മനുഷ്യൻ മൃഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലം. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ സാധനം ഇന്നിപ്പോൾ ഇങ്ങനെ സിനിമയിൽ വന്നു, നാളെ ഇത് വന്നില്ലെങ്കിൽ എനിക്കൽഭമൊന്നുമില്ല. ഒരു സ്റ്റോളുണ്ടാകുകയാണ്, മനുഷ്യൻ്റെ തല. EVM-ൻ്റെ കാര്യം മതി, ഫ്രിഡ്ജ് തുറന്ന് ഫ്രീസറിൽ മനുഷ്യൻ്റെ തലയിരിക്കുന്നു. മനുഷ്യന് നല്ല തലച്ചോറ് മാംസമാണ്, ഉപ്പുള്ളതാണ് EVM പറഞ്ഞ്. അതങ്ങനെ അത് കൊടുത്ത് അങ്ങനെ ഒരു ഇതില്ലാത്ത തൃപ്തിയില്ലല്ലോ നമുക്ക്. അപ്പം തൃപ്തിപ്പെടുത്തുക, എന്ത് കാണിച്ചാൽ തൃപ്തിപ്പെടുത്തും. ഈ കുട്ടി ഈയൊരു കുട്ടി പറഞ്ഞു, ഏതോ സിനിമ കണ്ടിട്ടാണ് ഒരു കൊലപാതകം, പെൺകുട്ടി, ഏത് സിനിമയെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിന് പ്രേരണ ഉണ്ടാകാതെ നമ്മളിലെ ഈ മൃഗീയതയെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാം, ജോലിയില്ല.